സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. ടോട്ടൽ ഇൻകം ഓഫ് അസസി ഈസ് കമ്പ്യൂട്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ടാക്സ് ലയബിലിറ്റി. ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം അസസിയുടെ ടോട്ടൽ ഇൻകവും അദ്ദേഹത്തിൻ്റെ ടാക്സ് ലയബിലിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിസിൽ ആണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഫസ്റ്റ് നമ്മൾ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. രണ്ട് ബേസിക് കണ്ടീഷനാണ് വരുന്നത്. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ, അസസി ഈസ് ഇൻ ഇന്ത്യ ഫോർ 182 days ഓർ മോർ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാണോ, പ്രീവിയസ് ഇയറിൽ അസസി 182 ഡേയ്സോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പ്രീവിയസ് ഇയർ 2019-20 ആണെങ്കിൽ ആ വർഷം അസസി 182 ഡേയ്സോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ദെൻ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ, he is in India for 60 days or more during the previous year and 365 days or more during 4 years preceding the previous year. അതായത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതിന് തൊട്ട് മുന്നേ ഉള്ള 4 വർഷം എടുക്കുമ്പോൾ 365 ഡേയ്സോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ നോക്കുമ്പോൾ അതിൽ തന്നെ രണ്ട് കണ്ടീഷൻ വരുന്നുണ്ട്. ഫസ്റ്റ്, നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാണോ, പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ തൊട്ട് മുന്നേയുള്ള 4 വർഷം എടുക്കുമ്പോൾ 365 ഡേയ്സോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ദെൻ ഇതിലേതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അദ്ദേഹത്തിനെ നമുക്ക് റെസിഡൻ്റ് ആയി എന്ന് പറയാം, അല്ലെങ്കിൽ അദ്ദേഹം നോൺ റെസിഡൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡൻ്റ് ആണ്. ഒരു ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹം നോൺ റെസിഡൻ്റ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കിയേ. മിസ്റ്റർ എക്സ് സ്പെൻഡ് 186 ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ 2019-20. ഫൈൻഡ് ഔട്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അല്ലേ, നമ്മുടെ പ്രീവിയസ് ഇയർ 2019-20 അദ്ദേഹം 186 ഡേയ്സ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. 182 ഡേയ്സ് ഓർ മോർ ആണ് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ. സോ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമുക്ക് റെസിഡൻ്റ് ആയി എന്ന് പറയാം. ദെൻ അനദർ എക്സാമ്പിൾ നോക്കിയേ. മിസ്റ്റർ എസ് സ്പെൻഡ് 75 ഡേയ്സ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ 2019-20 ആൻഡ് 385 ഡേയ്സ് ഡ്യൂറിങ് 4 years പ്രിസീഡിങ് പ്രീവിയസ് ഇയർ. നമ്മുടെ പ്രീവിയസ് ഇയറിൽ 75 ഡേയ്സ് ഇന്ത്യയിലുണ്ടായിരുന്നു. അതിന് തൊട്ട് മുന്നേ ഉള്ള 4 വർഷം എടുക്കുമ്പോൾ 385 ഡേയ്സ് ഇന്ത്യയിലുണ്ടായിരുന്നു. അവിടെ കണ്ടീഷൻ നോക്കി, ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ? അല്ല, 182 ഡേയ്സ് മോറാണ് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ, അത് സാറ്റിസ്ഫൈഡ് അല്ല. അപ്പം നമ്മൾ ചെക്ക് ചെയ്യേണ്ട സെക്കൻഡ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കുക. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ? 2019-20 75 ഡേയ്സ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ അവിടെ 60 ഡേയ്സോ അതിൽ കൂടുതലോ വേണം, നമുക്ക് 75 ഡേയ്സ് ഉണ്ട്. അതുവരെ നമ്മളെ കണ്ടീഷൻ ശരിയാണ്. ഇനി നമ്മുടെ പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ പിന്നെ ചെക്ക് ചെയ്യേണ്ട ഏതാ? അതിന് തൊട്ട് മുന്നേ ഉള്ള 4 വർഷം എടുക്കുക. 4 വർഷത്തിൽ 365 ഡേയ്സോ അതിൽ കൂടുതലോ ഇന്ത്യയിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. നോക്കിയേ, 4 ഇയേഴ്സിൽ 385 ഡേയ്സ് ഉണ്ട്. സോ നമ്മളെ ബാക്കി കണ്ടീഷനും ശരിയാണ്. അപ്പോൾ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ അവിടെ ശരിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ നമുക്ക് റെസിഡൻ്റ് ആയി എന്ന് പറയാം. തേർഡ് എക്സാമ്പിൾ നോക്കിയേ. മിസ്റ്റർ ഡി സ്പെൻഡ് 50 ഡേയ്സ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ 2019-20 ആൻഡ് 400 ഡേയ്സ് പ്രിസീഡിങ് 4 years. അല്ലേ, അവിടെ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ 182 ഡേയ്സോ മോറാണ്. ഇല്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ നോക്കിയേ. പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓൺലി 50 ഡേയ്സേ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പിന്നെ ബാക്കി നോക്കേണ്ട കാര്യമില്ല. 60 ഡേയ്സോ അതിൽ കൂടുതലോ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിലേ ബാക്കി നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അവിടെ രണ്ട് ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അദ്ദേഹം ആരായി? നോൺ റെസിഡൻ്റ് ആയി.
ദെൻ ഇനി റെസിഡൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണോ, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്ന് നോക്കുക. അതെപ്പോഴും ചെക്ക് ചെയ്യുന്നത് 2 അഡീഷണൽ കണ്ടീഷൻ്റെ ബേസിസിലാണ്. അഡീഷണൽ കണ്ടീഷൻ ഇതൊക്കെയാണ്: റെസിഡൻറ്റ് അറ്റ്ലീസ്റ്റ് 2 ഔട്ട് ഓഫ് 10 ഇയേഴ്സ് പ്രിസീഡിങ് ദി പ്രീവിയസ് ഇയർ. നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാണോ അതിന് തൊട്ട് മുന്നേ ഉള്ള 10 വർഷം എടുക്കുക. അതിൽ ഏതെങ്കിലും 2 വർഷം റെസിഡൻ്റ് ആയിരിക്കുക. ദാറ്റ് മീൻസ് അതിൽ ഏതെങ്കിലും 2 വർഷം നമ്മുടെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദെൻ സെക്കൻഡ് കണ്ടീഷൻ 730 days or more during 7 years preceding the previous year. നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേ ഉള്ള 7 വർഷം എടുക്കുക. അതിൽ 730 ഡേയ്സോ അതിൽ കൂടുതലോ ഇന്ത്യയിലുണ്ടായിരിക്കണം. അപ്പോൾ ഈ 2 ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ നമുക്ക് ഓർഡിനറി റെസിഡൻ്റ് എന്ന് വിളിക്കാൻ പറ്റൂ. അല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും.